So welcome back to the channel. So നമുക്കിനി കമ്പൈലർ ഡിസൈൻ നോക്കാനുള്ള മൊഡ്യൂൾ 4 ആണ്. മൊഡ്യൂൾ 4ൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പ്രോബ്ലം ആയിട്ടോ അല്ലെങ്കിൽ ഒരു 14 മാർക്കിനൊക്കെ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് 3 അഡ്രസ് കോഡ്. സോ 3 അഡ്രസ് കോഡിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ 3 അഡ്രസ് കോഡ് ആ വാക്കിൽ തന്നെ ഉണ്ട്. 3 അഡ്രസ് കോഡായിരിക്കും അല്ലേ? അതായത് അവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ റെപ്രസെൻ്റ് ചെയ്യാൻ നമ്മൾ 3 അഡ്രസ്സസ് എന്ത് ചെയ്യും, യൂസ് ചെയ്യും. അതാണ് 3 അഡ്രസ് കോഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ ജനറൽ ഫോർമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എ ഈക്വൽ ടു ബി ഒ പി എന്ന് പറഞ്ഞാൽ ഓപ്പറേറ്ററിൻ്റെ അതാണ് ഒ പി സി. ഇവിടെ എ ഈക്വൽ ടു ബി ഒ പി സി ഇല്ലേ? എ ബി സി എന്ന് പറയുന്നത് ഓപ്പറാൻസ് ആണ്. അത് ചിലപ്പോൾ നെയിം ആവാം, അല്ലെങ്കിൽ ഒരു കോൺസ്റ്റൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടെമ്പററി വേരിയബിൾ ആയിരിക്കും എ ബി സി എന്ന് പറയുന്നത്. ഒ പി റെപ്രസെൻ്റ് ചെയ്യുന്ന ഓപ്പറേറ്ററാണ്. ഓക്കെ, അതായത് അരിത്തമെറ്റിക് ഓപ്പറേറ്റർ, ലോജിക്കൽ അല്ലെങ്കിൽ ബൂളിയൻ ഓപ്പറേറ്റേഴ്സിലെ ഓപ്പറേറ്ററാണ് ഒ പി വരുന്നത്. അതായത് ഇപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്താൽ ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഒരു സീക്വൻസ് ഈ ഒരു 3 അഡ്രസ് കോഡിലോട്ട് ജനറേറ്റ് ചെയ്യുക. ഇതാണ് 3 അഡ്രസ് കോഡിലോട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് മെയിനായിട്ട് 3 അഡ്രസ് കോഡിൻ്റെ ഇംപ്ലിമെൻറ്റേഷനിൽ 3 ടൈപ്സ് ആണുള്ളത്. ക്വാഡ്രബിൾ റെപ്രസെൻറ്റേഷൻ ഉണ്ട്, ട്രിപ്പിൾ റെപ്രസെൻറ്റേഷൻ ഉണ്ട്, ഇൻഡയറക്റ്റ് ട്രിപ്പിൾ റെപ്രസെൻറ്റേഷൻ ഉണ്ട്. ഈ 3 രീതിയിൽ നമുക്ക് 3 അഡ്രസ് കോഡ് എന്ത് ചെയ്യാൻ പറ്റും, റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. സോ ഫസ്റ്റ് വൺ നോക്കാം, ക്വാഡ്രബിൾ. സോ ക്വാഡ്രബിൾ റെപ്രസെൻറ്റേഷൻ. അപ്പോൾ നമുക്ക് ഓരോ റെപ്രസെൻറ്റേഷൻ്റെ ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, ട്രാൻസ്ലേറ്റ് ദ ഫോളോയിങ് എക്സ്പ്രഷൻ ടു ക്വാഡ്രബിൾ റെപ്രസെൻറ്റേഷൻ. നമുക്കൊരു എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്, ഇതാണ് നമ്മുടെ എക്സ്പ്രഷൻ. ഈ എക്സ്പ്രഷനാണ് നമ്മൾ ഏതെല്ലാം റെപ്രസെൻ്റ് ചെയ്യാൻ വേണം, ക്വാഡ്രബിൾ റെപ്രസെൻ്റ് ചെയ്യാൻ വേണം. എക്സ്പ്രഷൻ നോക്കിക്കോ, എ ഈക്വൽ ടു ബി സ്റ്റാർ മൈനസ് സി പ്ലസ് ബി സ്റ്റാർ മൈനസ് സി. ഓക്കെ, അപ്പോൾ ഇതിനെ ക്വാഡ്രബിൾ ആക്കുക. സോ ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഒരു എക്സ്പ്രഷൻ്റെ എന്തെഴുതുക, 3 അഡ്രസ് കോഡ് എഴുതുക. ഓക്കെ, 3 അഡ്രസ് കോഡിൻ്റെ ജനറൽ ഫോർമാറ്റ് നമുക്കറിയാം എങ്ങനെയാണ് എഴുതേണ്ടത്. നോക്കിക്കോ, എങ്ങനെ എഴുതുമെന്ന് നോക്കിക്കോ. നമ്മൾ നോർമലി എങ്ങനെ വേണോ എഴുതാം. ഫസ്റ്റ് ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഇവിടെ ഈ ഒരു എക്സ്പ്രഷൻ നിന്നാണ്. ഓക്കെ, ഈ ഒരു എക്സ്പ്രഷൻ കണ്ടോ, ഇതിൽ ഞാൻ ഈ മൈനസ് സി ഉണ്ടല്ലോ, ഈ മൈനസ് സിയെ ടി ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യുക. ടി അല്ല, നമുക്ക് ഓരോന്നിനും ഒരു അഡ്രസ് കോഡിൽ നമ്മൾ എ ഈക്വൽ ടു ബി ഒ പി സി അല്ലെങ്കിൽ എക്ക് വരെ ഞാൻ ഇവിടെ T1 T2 T3 ആണ് കൊടുക്കുന്നത്. സോ ഈ ഒരു മൈനസ് ടിയെ ഞാൻ എന്തായിട്ട് അസൈൻ ചെയ്യുകയാണ്, T1 എന്ന് പറഞ്ഞൊരു വേരിയബിളിൽ അസൈൻ ചെയ്യുകയാണ്. അപ്പോൾ T1 ഈക്വൽ ടു എനിക്ക് എന്തെന്ന് എഴുതാം, മൈനസ് സി എന്ന് എഴുതാം. മനസ്സിലായി എങ്ങനെയാണ് T1 ഈക്വൽ ടു ഈ മൈനസ് സിനെ ഞാൻ T1 എന്ന് പറഞ്ഞൊരു വേരിയബിൾ അസൈൻ ചെയ്തു അല്ലെങ്കിൽ സ്റ്റോർ ചെയ്തെന്ന് വിചാരിക്കുക. ഇനി നെക്സ്റ്റ് എന്താണ്, ബി സ്റ്റാർ മൈനസ് സി ആണ്. അപ്പോൾ എനിക്കിനി ഈ ബി സ്റ്റാർ മൈനസ് സിനെ T2ൽ റെപ്രസെൻ്റ് ചെയ്യാം ഇല്ലേ? അപ്പോൾ നെക്സ്റ്റ് T2 ഈക്വൽ ടു ബി സ്റ്റാർ മൈനസ് സി. ഇവിടെ ഞാൻ മൈനസ് സി എന്തിലാണ് സ്റ്റോർ ചെയ്തത്, T1. അപ്പോൾ ഇനി മൈനസ് സി എന്ന് എഴുതണോ, വേണ്ട. മൈനസ് സിക്ക് വരും ബി സ്റ്റാർ മൈനസ് സിക്ക് വരെ എന്ത് കൊടുക്കുക, ബി സ്റ്റാർ T1 എന്നല്ല വേരിയബിൾ. അപ്പോൾ T1 മനസ്സിലാവുന്നുണ്ടോ? മൈനസ് സിയെ ആദ്യം T1 എന്ന് പറഞ്ഞൊരു വേരിയബിൾ അസൈൻ ചെയ്തു. നെക്സ്റ്റ് ബി സ്റ്റാർ മൈനസ് സിയെ T2 എന്ന് പറഞ്ഞ വേരിയബിൾ അസൈൻ ചെയ്യുന്ന ടൈമിൽ മൈനസ് സിക്ക് T1 എന്ന് വേരിയബിൾ കൊടുത്തുകൊണ്ട് എന്ത് കൊടുക്കും, ബി സ്റ്റാർ T1. നെക്സ്റ്റ് എന്ത് ചെയ്യുക, ഇത് ഇത്രയും തീർന്നു. നെക്സ്റ്റ് ഞാൻ എടുക്കാൻ പോകുന്ന നോക്കൂ, ഇത് ഇത്രയും ഒരു സെക്ഷൻ, ഇത് ഇത്രയും നെക്സ്റ്റ് സെക്ഷൻ. അത് പ്ലസിന് ഇപ്പുറത്തും 2 സെക്ഷൻ. അടുത്ത് നോക്കി ബി സ്റ്റാർ മൈനസ് സി. അപ്പോൾ ഇവിടുത്തെ മൈനസ് സി ഞാൻ എന്ത് T3 എന്ന് പറഞ്ഞ വേരിയബിൾ സ്റ്റോർ ചെയ്യും. T3 ഈക്വൽ ടു മൈനസ് സി. നെക്സ്റ്റ് ബി സ്റ്റാർ മൈനസ് സി, ഇത് ഇത്രയും. ബി സ്റ്റാർ മൈനസ് സിന് അടുത്ത് ഞാൻ ഏത് വേരിയബിൾ, T4 ഈക്വൽ ടു എന്ത് ചെയ്ത് ബി സ്റ്റാർ, ഇവിടുത്തെ മൈനസ് സിക്ക് വരെ എന്ത് T3 കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് എക്സ്പ്രഷൻ എന്തായി, ബി സ്റ്റാർ മൈനസ് സിയും 2 വേരിയബിൾ സ്റ്റോർ ചെയ്തു. എവിടേക്ക്, T2ലും T4ലും. ഇത് രണ്ടും എന്താ ചെയ്തിരിക്കുന്നത്, ആഡ് ചെയ്തു. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്തെഴുതാം, T5 ഈക്വൽ ടു T2 പ്ലസ് T4. മനസ്സിലാവുന്നുണ്ടോ? ഇത് രണ്ടും ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെ രണ്ടും ഇങ്ങനെ എഴുതി. ഓക്കെ, ഇതിപ്പോൾ 3 അഡ്രസ് കോഡല്ല. 3 അഡ്രസ് കോഡ് എന്ന് നോക്കിയോ, ഒരു ഇതുണ്ട്, എന്തുണ്ട്, ഒരു അസൈൻ ചെയ്യുന്നൊരു വേരിയബിളുണ്ട്, എ ഉണ്ട്, ബി ഒ പി സി. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ. ഓക്കെ അല്ലേ? ഇനി അടുത്തെന്താ, അടുത്ത നമ്മൾ ഇതെല്ലാം കൂടി എവിടെ വയ്ക്കുന്നുണ്ട്, എയിൽ വയ്ക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിനെ എന്ത് എഴുതാം, എ ഈക്വൽ ടു T3 എന്ന് എഴുതാം. ഓക്കെ അല്ലേ? ഇതിൽ എ ഈക്വൽ ടു T3 അല്ല, നമ്മളിപ്പം ഈ ബി സ്റ്റാർ മൈനസ് സിയും ബി സ്റ്റാർ
അത് T2ലും T4ലാണ് വെച്ചത്. ഇത് രണ്ടും ആഡ് ചെയ്തത് എവിടെയാണ്? T5. അപ്പോൾ A ഈക്വൽ ടു എന്ത് കൊടുക്കണം? T3 അല്ല T5 ആണ്. A ഈക്വൽ ടു T5. ഓക്കെ. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ എഴുതുന്നതാണ് നമ്മൾ എന്തെന്ന് പറയുന്ന 3 അഡ്രസ് കോഡ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ജനറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് 3 അഡ്രസ് കോഡാണ്. ഓക്കെ. അത് നമ്മൾ ക്വാഡ്രപ്പിൾ റെപ്രസെൻ്റ് ചെയ്ത് വെക്കാൻ പോവുകയാണ്. ക്വാഡ്രപ്പിളിൻ്റെ ടേബിളാണ് ഈ കാണിച്ചിരിക്കുന്നത്. ലൊക്കേഷൻ കാണുക, അതായത് നമ്മൾ മെമ്മറി ലൊക്കേഷൻസ്, പിന്നെ ഓപ്പറാൻഡ്, ആർഗ്യുമെൻറ്റ് 1, ഓപ്പറേറ്റർ, ആർഗ്യുമെൻറ്റ് 1, ആർഗ്യുമെൻറ്റ് 2, റിസൾട്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് ഈ 3 അഡ്രസ് കോഡ് ഇതിലെങ്ങനെ ഫില്ല് ചെയ്യണമെന്ന് നോക്കാം. ഫസ്റ്റ് വൺ നോക്കിയാൽ, ഫസ്റ്റ് എക്സ്പ്രഷൻ നോക്കിയാൽ T1 ഈക്വൽ ടു -C. അപ്പോൾ ആദ്യത്തെ ലൊക്കേഷൻ 0 എന്ന് പറഞ്ഞ ലൊക്കേഷനിൽ നമ്മൾ ഈ -C സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ നോക്കിയാൽ ഫസ്റ്റ് എക്സ്പ്രഷൻ T1 ഈക്വൽ ടു -C ആണ്. നമ്മൾ ലൊക്കേഷൻ 0 കൊടുത്തു. അവിടെ ഫസ്റ്റ് ഓപ്പറാൻഡ്, ഇവിടുത്തെ ഓപ്പറാൻഡ് അല്ല ഓപ്പറേറ്റർ, ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് ആണല്ലേ. ഇവിടെ മൈനസിന് നമ്മൾ യൂണറി മൈനസ് ആയിട്ടാണ് എഴുതുന്നത്. അപ്പോൾ നമ്മളൊരു U മൈനസ് എന്നാണ് എഴുതുന്നത്. എന്തെഴുതും? U മൈനസ്, യൂണറി മൈനസ് എന്നാണ് അർത്ഥം. ഓക്കെ. അപ്പോൾ U മൈനസ്, ഇതിൽ ആർഗ്യുമെൻറ്റ് 1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ആർഗ്യുമെൻറ്റ് 2 ഇല്ല, ആർഗ്യുമെൻറ്റ് 1 ഉള്ളൂ. എന്താണ് ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ ഈ വേരിയബിൾ C. ഇതിൻ്റെ റിസൾട്ട് ഇത് എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്? T1ൽ. അപ്പോൾ എൻ്റെ റിസൾട്ട് T1. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെ എഴുതണം. സെക്കൻഡ് വൺ നോക്കിയാൽ 2, രണ്ടാമത്തെ എക്സ്പ്രഷൻ ലൊക്കേഷൻ 1. അതിൻ്റെ ഓപ്പറേറ്റർ എന്താണ്? ഇവിടെ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റർ സ്റ്റാർ ആണ്. നമ്മൾ സ്റ്റാർ എന്ന് എഴുതി. ആർഗ്യുമെൻറ്റ്, ഇവിടുത്തെ ആർഗ്യുമെൻറ്റ് 1 ഏതാണ്? B ആണ്. ആർഗ്യുമെൻറ്റ് 2 എന്താണ്? T1 ആണ്. ഇത് ഈ B സ്റ്റാർ T1 സ്റ്റോർ ചെയ്യുന്നത് എവിടെയാണ്? T2. അപ്പോൾ റിസൾട്ട് T2. ഓക്കെ. തേർഡ് എക്സ്പ്രഷൻ മൂന്നാമത്തെ ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്യുന്നു. അവിടുത്തെ ഓപ്പറേറ്റർ എന്താണ്? മൈനസ് ആണ്. അപ്പോൾ U മൈനസ്. അവിടുത്തെ ആർഗ്യുമെൻറ്റ് 1 ഉള്ളൂ, അപ്പോൾ C മാത്രമേ ഉള്ളൂ, ആർഗ്യുമെൻറ്റ് 2 ഇല്ല. ഇത് എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്? -C, T3യിലാണ്. അപ്പോൾ റിസൾട്ടിൻ്റെ അവിടെ T3. അടുത്ത് നാലാമത്തെ നമ്മൾ നാലാമത്തെ ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്യുന്നു. മൂന്നാമത്തെ ലൊക്കേഷൻ നമ്പർ ഇതിൽ 0, 1, 2, 3 ആണ്. മൂന്നാമത്തെ ലൊക്കേഷനിൽ നാലാമത്തെ എക്സ്പ്രഷൻ സ്റ്റോർ ചെയ്യുന്നു. അവിടുത്തെ ഓപ്പറേറ്റർ എന്താണ്? സ്റ്റാർ ആണ്. ഫസ്റ്റ് ആർഗ്യുമെൻറ്റ് B, ആർഗ്യുമെൻറ്റ് 1, സെക്കൻഡ് ആർഗ്യുമെൻറ്റ് T3. ഇത് B സ്റ്റാർ T3 എവിടെ സ്റ്റോർ ചെയ്യുന്നു? T4ൽ സ്റ്റോർ ചെയ്യുന്നു. ഓക്കെ അല്ലേ. അടുത്ത T5യുടെ എക്സ്പ്രഷൻ നോക്കി. അവിടുത്തെ അത് എത്രാമത്തെ ലൊക്കേഷൻ? നാലാമത്തെ ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്യുന്നു. അതിൻ്റെ ഓപ്പറേറ്റർ എന്താണ്? പ്ലസ് ആണ്. ഫസ്റ്റ് ആർഗ്യുമെൻറ്റ് T1, T2, സെക്കൻഡ് T4. ഈ T2 പ്ലസ് T4 സ്റ്റോർ ചെയ്യുന്ന എവിടെയാണ്? T5. അപ്പോൾ റിസൾട്ടിൻ്റെ അവിടെ T5. ഇനി A ഈക്വൽ ടു T5 അഞ്ചാമത്തെ ലൊക്കേഷൻ. അവിടെ ഈക്വൽ ടു എന്ന് പറയുന്നതാണ് എന്ത്? ഓപ്പറേറ്ററായിട്ട് വരുന്നത്. അസൈൻമെൻ്റ് ആണ് എന്ത്? ഓപ്പറേറ്റർ. അപ്പോൾ അടുത്ത ഓപ്പറേറ്റർ ഈക്വൽ ടു T5 എന്നത് ആർഗ്യുമെൻറ്റ് 1 സ്റ്റോർ ചെയ്തിരിക്കുന്ന Aയിൽ. അപ്പോൾ റിസൾട്ട് A. മനസ്സിലായോ? ഇതാണ് ക്വാഡ്രപ്പിൾ റെപ്രസെൻറ്റേഷൻ. ഓക്കെ അല്ലേ?